ആദ്യം ശ്രീ സിബി സത്യൻ, ഇത് രാജ്യത്ത് ആദ്യമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്നു. ദിവസം 4 പക്ഷേ എന്താണ് കാരണമെന്ന് ഇപ്പോഴും രാജ്യത്തിന് അറിയില്ല. ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വരേണ്ടത്? വിശദീകരണമെന്ന് ഒന്നില്ല, ആരോഗ്യ കാരണമാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? മഞ്ജുഷ, ഇത് വളരെ അത്യപൂർവമായ ഒരു സംഗതിയാണ്. കാരണം വെച്ചാൽ ആരോഗ്യ കാരണം പറഞ്ഞിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒരാൾ റിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് മുമ്പ് കേട്ടുകേൾവിയില്ല. കാരണം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിന്റെ 2ാം സ്ഥാനത്താണ് ഉപരാഷ്ട്രപതി വരുന്നത്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മികച്ച കെയർ കിട്ടാനുള്ള ഏറ്റവും നല്ല സംവിധാനം ഉപരാഷ്ട്രപതിയായി തുടരുക എന്നുള്ളതാണ്. കാരണം സ്വന്തമായിട്ട് എയിംസ് വെളിപ്പാടകലെയുണ്ട്, എത്ര ഡോക്ടർമാർ, രാജ്യത്തിന്റെ മുഴുവൻ മെഡിക്കൽ സംവിധാനം ഒപ്പമുണ്ട്, വിദേശത്ത് പോകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ മുഴുവൻ സംഗതികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് സാമാന്യ യുക്തി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഒരു ഉപരാഷ്ട്രപതിക്കാണോ മുൻ ഉപരാഷ്ട്രപതിക്കാണോ കൂടുതൽ മെഡിക്കൽ സർവീസുകൾ കിട്ടാൻ സാധ്യത എന്ന് ആലോചിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം കിട്ടാവുന്ന ഉത്തരമേ ഈ ആരോഗ്യ കാരണത്തിന് പിന്നിലുള്ളൂ. അപ്പൊ അത്ര ഒരു ആരോഗ്യ കാരണം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരുപക്ഷെ ധൻഖർ ഉപരാഷ്ട്രപതിയായിരുന്ന ശ്രീ ധൻഖർ BJPക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് കൂടിയാണത്. അതായത് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് ഇതൊരു വലിയ ചർച്ചയാകുമെന്നും അതുവഴി ഞാൻ പുറത്തു പോകേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ രാജ്യം ചർച്ച ചെയ്യുമെന്നും ഉള്ള പ്രതീക്ഷയിൽ തന്നെയാകണം അദ്ദേഹം വളരെ കൃത്യമായിട്ട്, വളരെ ക്ലെവറായിട്ട് അത്ര ഒരു പരാമർശം. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹ പ്രകടനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അത് BJP കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിടുന്നതാണല്ലോ. രാഷ്ട്രപതിയാകാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അത് BJPക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിനാൽ അദ്ദേഹം BJPയുമായിട്ട് പതിയെ പിണങ്ങുന്നു. പിന്നെ രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ കുഴയ്ക്കുന്ന രീതിയിലായി പോകുന്നു. അങ്ങനെ 2 മന്ത്രിമാർ അദ്ദേഹം വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ രാഷ്ട്രപതിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അതൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. മഞ്ജുഷ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, രാഷ്ട്രപതിയാവാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നത് ഒരു BJP സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ BJP നേതാക്കൾ പല സോഴ്സുകളിലൂടെ പുറത്തുവിടുന്ന ഒരു സംഗതി മാത്രമാണ്. നമ്മൾ അതിന്റെ പിന്നാമ്പുറത്തിലേക്ക് നോക്കാം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അതായത് ഡൽഹിയിലെ ഒരു പ്രമുഖ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വൻതോതിൽ ക്യാഷ് കണ്ടെടുക്കുന്നു. ഈ ജഡ്ജിക്ക് BJP ബന്ധങ്ങൾ ഉണ്ട് എന്നത് പലരും അടക്കം പറയുകയും അല്ലാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഈ വിഷയത്തിൽ നമ്മളൊരു കാര്യം ആലോചിക്കണം. ധൻഖർ എന്ന് പറയുന്ന ഈ ഉപരാഷ്ട്രപതി, അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴും അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ പോലും, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സാധാരണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയ ഒരു ഗവർണർ, അതായത് BJPയുടെ താല്പര്യങ്ങൾ എത്ര കൃത്യമായിട്ട് എങ്ങനെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് അതേ രീതിയിൽ തല്ലുണ്ടാക്കിയ ഒരു ഗവർണറാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയാവുമ്പോൾ രാജ്യസഭയിൽ ഏറ്റവും അതിശക്തമായിട്ട് BJPക്ക് വേണ്ടി, സാധാരണ ഈ സഭാധ്യക്ഷന്മാർ കുറച്ച് ന്യൂട്രൽ ആവണമെന്നാണ് ഒരു വയ്പ്, പക്ഷെ അതിന്റെ യാതൊരു സാധ്യതയും കൊടുക്കാതെ വളരെ പൂർണ്ണമായിട്ട് BJPക്ക് കംപ്ലീറ്റ്ലി അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് നീങ്ങിയ ഒരാളാണ് ശ്രീ ധൻഖർ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ രാജ്യസഭയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവം, അതായത് രാജ്യസഭ ഉപാധ്യക്ഷനെതിരെ ഒരു നോട്ട് കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ, ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുക വരെ ചെയ്യുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായ പ്രവണതകൾ ധൻഖറിനുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ BJPക്ക് അനുകൂലമായി നിന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അടുത്ത തവണ രാഷ്ട്രപതിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന കാരണവും അത് അനുവദിക്കാത്ത കാരണം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു, അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളെ രാജിവെച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു എന്താ പറയുക, ലോജിക്കില്ലായ്മയുണ്ട്. അപ്പൊ അത്തരം ലോജിക്കില്ലായ്മയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിനേക്കാൾ ഭീകരമായി കാണേണ്ട ഒരു പോയിന്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അതായത് പ്രതിപക്ഷത്തിനോടക്കം ഈ പറഞ്ഞ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു എന്നടക്കമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശ്രീ ധൻഖറിനെ പൊതുവെ കാണുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ അഴിമതിക്കെതിരെ വാദോരാതെ സംസാരിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം അതിശക്തമായി സ്റ്റാൻഡ് എടുക്കുകയും അതോടൊപ്പം തന്നെ ജുഡീഷ്യറിക്ക് മുകളിലാണ് പാർലമെന്റ്, ജനകീയ പരമാധികാര സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റിനുള്ള ഒരു നോട്ടീസ് വന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു, രാജ്യസഭയിൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സഡൻ ടേൺ ഓഫ് ഇവന്റ്സിന് ഒരു കാരണമായിട്ട് എല്ലാവരും കൃത്യമായി കണക്കാക്കുന്ന ഒരു പോയിന്റ്. പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഈ ഇംപീച്ച്മെന്റ് പ്രമേയം അതാണ് ഒരു കാരണമായിട്ട് കാട്ടുന്നത്. പക്ഷെ അവിടെയും ലോക്സഭയിൽ സംയുക്തമായ ഒരു പ്രമേയത്തിനുള്ള
നീക്കം നടത്തുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരും ഉണ്ടായിരുന്നു. ഭരണപക്ഷ പ്രതിപക്ഷ സംയുക്ത നീക്കം യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടത്തുവാനായിരുന്നുവല്ലോ. പക്ഷേ രാജ്യസഭയിൽ അത് തിടുക്കപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാരിന്റെ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. BJPക്ക് അദ്ദേഹത്തോട് അതൃപ്തി അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവണം. ശ്രീ